ഞാൻ +1 അക്കൗണ്ടൻസിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ചെയ്ത സമയത്തെ എൻ്റെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ബാലൻസ് ഷീറ്റ് പെട്ടെന്ന് ടാലിയാക്കുക എന്നുള്ളത്. എൻ്റെ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറിന് അറിയായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഒരു 3-4 അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്നുള്ള സമയം കൊണ്ട് തന്നെ സാർ ടാലിയായി എന്ന് പറയുന്നത് എനിക്കൊരു എന്റർടൈൻമെന്റ് ആയി മാറിയിരുന്നു. അതെങ്ങനെ? അവിടെ ഞാൻ ഉപയോഗിച്ച ട്രിക്ക് എന്താണ്? അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വൃത്തിക്ക് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം ഞാൻ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു തരാം. എടാ, നിങ്ങൾ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുമോ? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട് അല്ലേ? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഒരുമിച്ചാണ് എഴുതുക. പിന്നെയോ ബാലൻസ് ഷീറ്റും ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇതിന്റെ ഫോർമാറ്റ് വൃത്തിക്ക് പഠിക്കണം. ഓരോ സ്ഥലത്ത് എന്തൊക്കെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. പിന്നെ എന്താ, പർച്ചേസസ് വരും. നെറ്റ് പർച്ചേസസ് ആണ് വരിക, അതായത് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസസ് മുഴുവൻ വരും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ വരിക? സെയിൽസ് വരും, അതായത് നെറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇനിയോ ക്ലോസിംഗ് സ്റ്റോക്കും വരും. ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ആ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്യുന്നതാണ് എന്ത്? P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ശേഷമോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റീസും എഴുതും. ഇത് നിങ്ങൾ ആദ്യം നല്ല വൃത്തിക്ക് അതിന്റെ ഫോർമാറ്റ് എവിടെയൊക്കെ ഏതൊക്കെ വേണമെന്നുള്ളത് പഠിക്കുക എന്നതാണ് ആദ്യത്തെ ട്രിക്ക്. ഇനിയോ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അപ്പൊ ആദ്യം ഫോർമാറ്റ് വൃത്തിക്ക് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് കിടക്കുക. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിക്കണം. ശേഷം ഞാൻ ഈ ട്രിക്ക് മുഴുവൻ പറഞ്ഞ് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാ? ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, മെയിൻ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഞാൻ പറഞ്ഞു പോവാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവസാനമുള്ള സ്റ്റോക്ക് ആണല്ലേ. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എഴുതണം. ഓക്കെ, രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ചിന്തിക്കണം, ഓരോ അഡ്ജസ്റ്റ്മെന്റിനും ബിസിനസ്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിന്റെ ശേഷം തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓരോ അഡ്ജസ്റ്റ്മെന്റിനും രണ്ട് സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും ഒരേ സമയം അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എവിടെയും വിട്ടുപോകാതെ ടാലിയാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അതിനും രണ്ട് സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. P&L അക്കൗണ്ടിൽ എവിടെയാണോ ആ എക്സ്പെൻസ് എഴുതിയത് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതേസമയം ബാലൻസ് ഷീറ്റ് അതൊരു ബാധ്യതയായി കാണിക്കണം, കാരണം കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്. യെസ്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂർ അടച്ച എക്സ്പെൻസ് ഒന്നും ഈ വർഷത്തെ എക്സ്പെൻസിൽ വേണ്ട. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അതുപോലെ മുൻകൂർ അടച്ചതായതുകൊണ്ട് നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൽ. നെക്സ്റ്റ്, അക്രൂഡ് ഇൻകം, കിട്ടാനുള്ള ഇൻകം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഈ വർഷത്തെ ഇൻകം ആയതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുന്നു ആ ഇൻകത്തിന്റെ കൂടെ. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ ആ ഇൻകം എവിടെയാണോ എഴുതിയത് അതിന്റെ കൂടെ ആഡ് അക്രൂഡ് ഇൻകം ചെയ്യുന്നു. പിന്നെയോ കിട്ടാനുള്ള ഇൻകം അല്ലേ, അസറ്റ് സൈഡിലും കാണിക്കുന്നു. ഇനി അടുത്തത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂർ ലഭിച്ചു ഇൻകം. ആ ഇൻകം ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവില്ലേ. പക്ഷെ മുൻകൂർ ലഭിച്ച ഇൻകം ഒന്നും നമുക്ക് ഈ വർഷത്തിൽ എഴുതാൻ പറ്റില്ല. നമ്മൾ മുൻകൂർ ലഭിച്ച ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതൊരു ബാധ്യതയും കൂടിയാണ്. മുൻകൂർ ലഭിച്ച ആ പണി നമ്മൾ അടുത്ത വർഷം എടുത്തു കൊടുക്കണം. അപ്പൊ അത് ബാധ്യതയായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഡിപ്രീസിയേഷൻ ഓൾറെഡി അറിയാം, അതൊരു എക്സ്പെൻസ് ആയി P&L അക്കൗണ്ടിൽ കാണിക്കണം. ഏത് അസറ്റിന്റെ ആണോ ഡിപ്രീസിയേറ്റഡ് ആവുന്നത് ആ അസറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും വേണം. ഇനിയോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിക്കോട്ടെ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ ആയിക്കോട്ടെ. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടവരാ. ഇതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം, ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ പോയി അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് കുറച്ചും കാണിക്കണം. കണ്ടോ, എല്ലാത്തിനും രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. യെസ്. മാനേജേഴ്സ് കമ്മീഷൻ എക്സ്പെൻസ് ആയി കാണിക്കണം, ലയബിലിറ്റി ആയിട്ടും കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയി കാണിക്കണം, ക്യാപിറ്റലിനോട് ആഡും കൂടി ചെയ്യണം. ഫർദർ ബാഡ് ഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയാണ്, കുറച്ച് പൈസയും കൂടി ബാഡ് ഡെപ്റ്റ് ആയി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയി എഴുതാം. പിന്നെയോ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാം. അപ്പൊ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളും നല്ല വൃത്തിക്ക് പഠിച്ചതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന ട്രിക്കുകൾ ശ്രദ്ധിക്കുക. അപ്പൊ ഫോർമാറ്റ് പഠിച്ചു, അഡ്ജസ്റ്റ്മെന്റുകളും പഠിച്ചു. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിൽ ഐറ്റം മൊത്തം വായിക്കുന്നതിന് മുമ്പേ ക്വസ്റ്റ്യനിലെ ഓരോ അഡ്ജസ്റ്റ്മെന്റുകൾ എടുക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അഫക്ട് ചെയ്യുന്ന ഐറ്റംസിനെ മാർക്ക് ചെയ്യുക. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് അത് അഫക്ട് ചെയ്യാൻ പാകത്തിനൊന്നും ഇവിടെ ഇല്ല. ഇതെവിടെ എഴുതേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അല്ലെ, നമ്മളിങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ മാപ്പ് ചെയ്ത് വെക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. ഓക്കെ, ഇനി എന്താ അടുത്തത്? ഇതാ സാലറി പെയ്ഡ്. എടാ, സാലറീസ് പെയ്ഡ് ഈ അഡ്ജസ്റ്റ്മെന്റ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം സാലറിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റാ. അപ്പൊ നമ്മൾ ഈ ട്രയൽ ബാലൻസിലെ സാലറി എന്ന് പറയുന്നിടത്ത് കൊണ്ടൊരു ചെറുതായിട്ടൊരു മാർക്കിട്ട് വെക്കുക. ഓക്കെ, സാലറീസ് എന്നുള്ളത് മാർക്കിട്ട് വെക്കുക, കാരണം സാലറിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്തെങ്കിലും ആയിരിക്കാം. ഇനിയോ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കുക, ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസിൽ കൂടി മാർക്കിട്ട് വെക്കുക. എവിടെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അപ്പൊ ബാഡ് ഡെപ്റ്റുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക? ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്.
ഓക്കെ, നമുക്ക് ബാഡ് ഡെപ്റ്റിനോട് ആഡ് ചെയ്ത് കാണിച്ചാൽ മതി P&L അക്കൗണ്ടിൽ, ഏത് ഡെബിറ്റ് സൈഡിൽ. അതുകൊണ്ട് ബാഡ് ഡെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഇനി എന്തോക്ക് അടുത്തത് ഡിപ്രിസിയേഷൻ, ബിൽഡിംഗ്, ഫർണിച്ചർ. അപ്പൊ ഡിപ്രിസിയേഷൻ ബിൽഡിങ്ങിനും ഫർണിച്ചറിനും കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ട്രയൽ ബാലൻസ് നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് അതിൽ ബിൽഡിങ്ങിലും മാർക്ക് ചെയ്യുക, ഫർണിച്ചറിലും മാർക്ക് ചെയ്യുക. പിന്നെ എന്താ അടുത്തത്, കഴിഞ്ഞു. അപ്പൊ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ ഇൻഡ്യൂ മാർക്ക് ചെയ്ത സാധനങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഐറ്റംസ്. ഇത്രയും ഓക്കെ അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഐറ്റംസ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു. ഇനി നമ്മൾ നേരെ ഫോർമാറ്റ് വരയ്ക്കുക, രണ്ടും ഒരുമിച്ച് വരയ്ക്കുക. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഫോർമാറ്റും ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും ഒരുമിച്ച് വരയ്ക്കുക. അത്യാവശ്യം ബിഗ് സ്പേസ് ഒക്കെ കൊടുത്തോളൂ, കാരണം നമുക്ക് എന്ത് ചെയ്യണം, എത്ര സ്ഥലം വേണമെന്ന് അറിയില്ലല്ലോ അല്ലേ. അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കുക. ഓക്കെ, മരങ്ങൾ ലാഭിക്കണം സാർ, അത്ര പേപ്പർ കളയരുത് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ശരിയാണ്, മരങ്ങൾ ലാഭിക്കണം. പക്ഷെ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് പ്രോബ്ലത്തിൽ മാത്രം ഇച്ചിരി ലാഭം കുറയ്ക്കേണ്ടി വരും, കാരണം ഉത്തരം ശരിയാക്കണ്ടേ, ടാലി ആക്കണ്ടേ നമുക്ക്, അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ ഇതാക്കണം. ഇനി നമ്മൾ ഓരോരോ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ് ഇനി ഓരോരോ ഐറ്റംസ് നിങ്ങൾ എല്ലാം പഠിച്ച് ഫോർമാറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പർച്ചേസ് എവിടെ വരും, ഡ്രോയിങ്സ് എവിടെ വരും, സെയിൽസ് എവിടെ വരും, അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ട്രയൽ ബാലൻസിൽ ഓരോ ഐറ്റംസ് എടുക്കുന്നു, ആ ഐറ്റം എവിടെയാണോ വരുന്നത് അവിടെ പോയി എഴുതുന്നു. ചിലപ്പോൾ വല്ല ഇന്നർ കോളത്തിലായിരിക്കും എഴുതേണ്ടത്, അത് കറക്റ്റ് ആ ഒരു ഏകദേശ സ്പേസിൽ ഇന്നർ കോളത്തിൽ എഴുതുന്നു. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് ടിക്കറ്റ് പർച്ചേസ് എവിടെ എഴുതുന്നത്, ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറച്ച് കാണിക്കണം, സെയിൽസ് ഇൻകം സൈഡിൽ എഴുതണം, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് വരിക, സെയിൽസിനോട് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പർച്ചേസിനോട് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അപ്പൊ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ടിക്ക് ചെയ്ത് അത് എവിടെയാണോ വരുന്നത് അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഡ്യൂ മാർക്ക് വരുന്ന ഐറ്റംസ് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം, അത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റും കൂടി വായിക്കണം. ഇൻഡ്യൂ മാർക്ക് വരുന്ന ഐറ്റം എത്തുമ്പോൾ എന്ത് ചെയ്യണം, നമ്മള് അത് റെക്കോർഡ് ചെയ്യുന്നത് കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് കൂടി വായിക്കണം. ഓക്കെ, സൺട്രി ഡെപ്റ്റേഴ്സിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ആ അഡ്ജസ്റ്റ്മെന്റ് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു, അതിന്റെ അഡ്ജസ്റ്റ്മെന്റും അപ്പൊ തന്നെ ചെയ്യുന്നു. എന്താണ്, പ്രൊവിഷൻ ആണെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൊവിഷൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ 2 ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ 2 ട്രീറ്റ്മെന്റും ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ആ ഐറ്റം എഴുതുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു, ആ അഡ്ജസ്റ്റ്മെന്റിന്റെ 2 ട്രീറ്റ്മെന്റും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. എവിടെയൊക്കെ വരും നമുക്കറിയാം, അവിടെയൊക്കെ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനിയോ അടുത്തെന്താ നമ്മൾ നോക്കുന്നു, സൺട്രി അതും ടിക്ക് ഇടുക, ഇൻഡ്യൂ മാർക്കുള്ളതാണ്. പർച്ചേസ് റിട്ടേൺ ഒക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവും, സെയിൽസ് റിട്ടേണോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കമ്മീഷൻ ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, നേരെ നമ്മൾ എഴുതുന്നു, വേജസ് എഴുതുന്നു, ക്യാരേജ് ഇൻവേർഡ് ക്യാരേജ് ഔട്ട്വേർഡ് എഴുതുന്നു. ഓക്കെ, ഇനി സാലറീസിന് എന്തൊരു ഇൻഡ്യൂ മാർക്ക് ഉണ്ട്, അതിന്റെ അർത്ഥം സാലറിക്ക് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. അപ്പൊ നമ്മൾ സാലറി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്നർ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക, എന്താണോ അഡ്ജസ്റ്റ്മെന്റ് ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ചെയ്യുക. ആ അഡ്ജസ്റ്റ്മെന്റ് 2 എഫക്റ്റും, ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആണെങ്കിൽ സാലറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും, അതേസമയം ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റീസ് എല്ലാം എഴുതേണ്ടി വരും. അത് അപ്പൊ തന്നെ എഴുതുക, കാരണം നമ്മൾ ഫോർമാറ്റ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറി ടിക്ക് ഇടുക, ഇനി റെന്റ് ടിക്കറ്റ്, ബിൽസ് പേബിൾ ഓരോന്ന് എഴുതി, ബാങ്ക് എഴുതി, ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി. ബിൽഡിംഗും ഫർണിച്ചറും വന്നപ്പോൾ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് സൈഡിലെ ബിൽഡിംഗ് ഇന്നർ കോളത്തിൽ, ഫർണിച്ചറും ഇന്നർ കോളത്തിൽ എന്താ, ഡിപ്രിസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് അസറ്റിൽ കുറച്ച് കാണിക്കുക, അതേസമയം P&L അക്കൗണ്ട് എക്സ്പെൻസ് ആയി എഴുതുക, അത് അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അടക്കം അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻഡ്യൂ മാർക്കുള്ള സാധനം വന്നാൽ മാത്രം ഒന്ന് അഡ്ജസ്റ്റ്മെന്റിലോട്ട് കണ്ണോടിക്കുക, നേരെ പോയി അതും ടിക്കറ്റ്, ഫർണിച്ചർ ടിക്കറ്റ്, ബാഡ് ഡെപ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ടിക്ക് ഇടുക. ജനറൽ എക്സ്പെൻസ്, ഇൻഷുറൻസിന്റെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതും നോക്കിയിട്ട് 2 ട്രീറ്റ്മെന്റ് ചെയ്യുക, ടിക്ക് ഇടുക. ക്യാപിറ്റൽ ഓക്കെ, അങ്ങനെ ഇത് മൊത്തം ടിക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കുക, നമ്മൾ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വിട്ടുപോയിട്ടുണ്ടോ. അതായത് നമ്മൾ എന്ത് സാലറിയിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇതും കൂടി ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവും, ക്രിയേറ്റ് പ്രൊവിഷൻ, ഡിപ്രിസിയേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഇതുമായിട്ട് ബന്ധമില്ല. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാത്തിനും ട്രേഡിംഗ് അക്കൗണ്ട് പകുതി കഴിഞ്ഞിട്ടുണ്ടാവും, P&L അക്കൗണ്ടും കഴിഞ്ഞിട്ടുണ്ടാവും, ബാലൻസ് ഷീറ്റും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഓരോന്നായി ബാലൻസ് ചെയ്യണം. എങ്ങനെ, ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് അല്ല ട്രേഡിംഗ് അക്കൗണ്ട്, എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഗ്രോസ് ലോസ്, അത് ബ്രോഡോണോ P&L അക്കൗണ്ടിലേക്ക് ബ്രോഡോൺ ചെയ്യുക, എന്നിട്ട് P&L അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡോ ലെസ്സോ ചെയ്യുക. ഓക്കെ, അപ്പൊ കണ്ടോ, എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, ബാലൻസ് ഷീറ്റും കഴിയുന്നത്. അപ്പത്തേക്കും ബാലൻസ് ഷീറ്റ് ടാലി ആകും. നേരെ തിരിച്ച് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിക്കും, നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റം വരും, അത് ഇവിടെ തപ്പി നടക്കുന്നു, അത് തപ്പി കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ P&L അക്കൗണ്ടിൽ എന്തൊക്കെ വരും, പിന്നെ അത് പോയി തപ്പി നടക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമയം ലാഗാവും അല്ലേ. അപ്പൊ ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കുറെ ആളുകൾക്കൊന്നും ഈ മെത്തേഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു മെത്തേഡ്, ആ സ്പീഡാക്കിയ മെത്തേഡ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണം. ആർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, കാണുന്ന ചില ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് എളുപ്പം വേറെ മെത്തേഡ് ആണെങ്കിൽ അത് സ്വീകരിക്കാം.
എടാ ഓരോ വ്യക്തിഗതമായ വ്യത്യാസമായിരിക്കില്ലേ. ഇപ്പൊ എന്റെ അതേ മെത്തേഡ് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ലല്ലോ. ഇതൊരു കണ്ടന്റ് ഷെയർ ചെയ്തത് മാത്രം. നിങ്ങൾക്ക് ചിലപ്പോൾ മെത്തേഡ് എങ്ങനെയായിരിക്കാം എളുപ്പം, ആദ്യം ട്രേഡിംഗ് എത്ത്, പിന്നെ P&L എഴുതി, പിന്നെ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യണം. ഞാൻ നിർബന്ധിക്കില്ല ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.